ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെർമിസെല്ലി കൊണ്ടുള്ള പുലാവാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ ഒരു ചരുവം എടുക്കുക, അതിലേക്ക് 1-2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് ഉപ്പ്, ഒരു പാകത്തിന് ഉപ്പും പിന്നെ അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർമിസെല്ലികൾ തമ്മിൽ ഇങ്ങനെ ഒന്നൊന്നിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഞാനിവിടെ ആശീർവാദിൻ്റെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു വെർമിസെല്ലിയാണ്, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പ്രത്യേകിച്ച് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, നമ്മുടെ ആവശ്യത്തിന് വെർമിസെല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത് വേവിക്കണം. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 സവാള, 2 തക്കാളിക്ക, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് അരിഞ്ഞ് റെഡിയാക്കണം. അപ്പോഴത്തേക്കിന് വെർമിസെല്ലി നമുക്ക് വെന്ത് കിട്ടുന്ന വെർമിസെല്ലി നമ്മളൊരു കണ്ണാപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അത് വെള്ളമെല്ലാം പറ്റി വെള്ളമെല്ലാം വാർന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നീട് നമ്മളൊരു കടായി അടപ്പത്ത് വയ്ക്കണം. അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം. കുറച്ച് കടുക് ഇട്ടാൽ മതി. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ലേശം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. അത് നല്ലതാണ്, നല്ലൊരു മണവും ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ഉഴുന്ന് പരിപ്പ് ഇടുന്നത് നല്ലതാണ്. പിന്നീട് ഉഴുന്ന് പരിപ്പ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഓരോന്നായി ചേർത്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതും കൂടാണ്. പിന്നെ ആദ്യമേ പച്ചമുളക് വറക്കുന്നത് കൊണ്ട് അതിനൊരു പ്രത്യേക നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. സവാള അത് ഈ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ മാത്രം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ക്യാരറ്റ് ഒന്ന് വേവണം. പിന്നീട് നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് വെജിറ്റബിൾസിനെല്ലാം ഉപ്പൊന്ന് പിടിക്കണ്ടേ, അപ്പം ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി. പിന്നീട് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാരറ്റും വെജിറ്റബിൾസും എല്ലാം ഒന്ന് വെന്ത് റെഡിയായതിന് ശേഷമാണ് തക്കാളിക്ക ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പ് ഇടുന്നത് വഴി നമുക്ക് ആ വെജിറ്റബിൾസിലെല്ലാം ഒരു ഉപ്പ് പിടിച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നീട് തക്കാളിക്ക ചേർത്ത് കൊടുത്തു. തക്കാളിക്ക ചേർത്തതിന് ശേഷം നല്ല ഭംഗിയായി ഇളക്കി അത് നല്ലതുപോലെ വഴലണം. തക്കാളിക്കായും വഴണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ഒരു 2-3 തണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ നമ്മളതിടാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നീട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് എന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം ഈ സവാളയും എല്ലാം ഒന്ന് നന്നായി വഴട്ടെ. തക്കാളിക്ക ലാസ്റ്റിലിട്ടത് കൊണ്ട് അതും നന്നായി വഴണ്ട് വരട്ടെ. ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ ഈ കാണിക്കുന്നതാണ്. മാഗിയുടെ മസാല മാജിക് എന്ന് പറയുന്ന മസാലയാണ്. മാഗി നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മസാല പോലെ തന്നെ ഉള്ളതാണിതും. ഇത് നമുക്ക് മാഗി മസാല എന്നും പറഞ്ഞ് മേടിക്കാൻ കിട്ടും. നമുക്കിത് ഈ പൊടി മാത്രമായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ്. നമുക്കിത് വാങ്ങിച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ നമ്മൾ ഈ മാഗി കഴിക്കുന്ന അതേ ഒരു ഫീലോടെ നമുക്ക് ആ വെർമിസെല്ലി പുലാവ് കഴിക്കാം. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്.
പിന്നെ ഈ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അതുപോലെ ഇവിടെ മോനായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. കാരണം മാഗി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിന് ശേഷം ഈ മാഗിയുടെ ആ മസാലയെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നേരത്തെ നമ്മൾ വെള്ളം വാലാൻ വെച്ചിരുന്ന ആ ഒരു വെർമിസെല്ലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി നന്നായി യോജിപ്പിക്കണം. വെജിറ്റബിൾസ് എല്ലാം എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ, അതിനായിട്ട് നമ്മളിത് ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നാലേ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് അതിന് കിട്ടുകയുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അതിടാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.